തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വൻ തീപിടുത്തം. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ബസ്സുകൾക്കാണ് തീപിടിച്ചത്. 3 സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ബസ് ആരു കത്തിച്ചതെന്ന് സ്കൂൾ സെക്യൂരിറ്റി 24നോട് പറഞ്ഞു. ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടും ആ സൈഡും കത്തി തുടങ്ങി. ഒരു സൗണ്ട് കേട്ട് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ ഇതാ കാണുന്നത്. എന്താ ഒരു സംശയം, ഇതൊരു സ്വാഭാവികമായി കത്തിയാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ വണ്ടി അവിടെ കിടന്നാണല്ലോ, ഈ ട്രാവലർ ആ ഭാഗത്ത് കിടന്ന വണ്ടി, അത് ഓടി വന്നിട്ട് ഇതിൽ കൊണ്ട് ഇടിച്ച് നിർത്തിയേക്കാണ്. 3 ബസ് പൂർണ്ണമായും കത്തി, 1 ബസ് ഭാഗികമായിട്ടും കത്തി. കോണത്ത് ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 3 ബസ്സുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെക്യൂരിറ്റിയുടെ പ്രതികരണം തന്നെയാണ്. സെക്യൂരിറ്റി പറയുന്നത് ഇത് സ്വാഭാവികമായി കത്തിച്ചതല്ല അല്ലെങ്കിൽ കത്തിയതല്ല എന്നുള്ളതാണ്, മറിച്ച് ആരോ തീയിട്ടത് അല്ലെങ്കിൽ ആരുടെ ഒരു കൈ പുറകിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സെക്യൂരിറ്റി പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 3 സ്കൂൾ ബസ്സുകളാണ്, 3 ഇവിടെ ദിവസവും കുട്ടികളെ എടുത്തുകൊണ്ടിരുന്ന സ്കൂൾ ബസ്സുകളാണ്. ആ 3 സ്കൂൾ ബസ്സുകളും പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബസ് ഭാഗികമായി കത്തിയ നിലയിലും കാണുന്നുണ്ട്. അതിൽ 5 ബസ്സുകളാണ് ഈ നിരയായി ഇവിടെ നിർത്തിയിട്ടിരുന്നത് എന്നുള്ളതാണ് സെക്യൂരിറ്റി പറയുന്നത്. അതിനുശേഷം ചാക്കയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നു. പിന്നീടാണ് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. അരമണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാൻ നിർത്തിയിട്ടിരുന്നത് ആ മറ്റ് സൈഡിലോട്ട്, ഈ ഇപ്പുറത്തുള്ള സൈഡിലേക്കാണ് ഈ വാൻ നിർത്തിയിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും സെക്യൂരിറ്റി പറയുന്നത്. ഈ വാൻ ഇവിടെ നിന്ന് ഓടിച്ച് ആരോ അവിടേക്ക് കൊണ്ടുവച്ചു എന്നുള്ളതാണ് സെക്യൂരിറ്റി പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു അടിമുടി ദുരൂഹതയുണ്ട്. സെക്യൂരിറ്റി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഇതിലൊരു അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വാൻ അവിടെ നിന്ന് വാനാണ് ഇവിടേക്ക് ഓടിയെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു മൂവ്മെന്റ് ഈ വാനിന് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരവും ഇവിടെ CCTV ക്യാമറ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ CCTV പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇവിടെ CCTV ഇല്ല എന്നുള്ളതാണ്.